ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് വറക്കാൻ. ഇതാ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലളിതമ്മ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വരാൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ഇപ്പൊ നല്ലൊരു മഴ പെയ്തിട്ട് ഇപ്പൊ ഒരു വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അല്ലേ മണിക്കുട്ട? ഇതേണ്ട ഇപ്പോ നല്ലൊരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വീടിൻ്റെ ബാക്കിൽ വയലാണ്. ഈ വയൽ ഫുള്ള് കാട് കയറി കിടക്കുക. ആനത്തൊട്ടാവാടിയൊക്കെ ഉണ്ട്. അവരവിടെ പണ്ട് കപ്പയൊക്കെ നട്ടിയിരുന്നു. ഇപ്പോൾ ഇത് കാടായി നിൽക്കുവാണ്. വെയിലും മഴയാന്ന് തോന്നുന്നു മണിക്കുട്ട. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വെയിലും മഴ വന്ന് എന്താ പറയാന്നറിയോ? കുറുക്കന്റെ കല്യാണാന്ന്. നമ്മളുടെ ഉള്ളിലേക്ക് പൊടിയിട്ട് കഴിഞ്ഞു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇല്ല മാം? മസാലപ്പൊടി ഇല്ല. മസാല അമ്മതേ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല മൂത്ത് വരണം. മസാല അരച്ചത് നമുക്ക് കാണിച്ചു തരാം. മസാല ദേ അരച്ച് അമ്മയിൽ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് പിന്നെ പുതിനയിലയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പുതിനേൻ്റെ ചെറിയ ചെടിയുണ്ട്. അതിലുണ്ടായത്. അമ്മ അത് പറിച്ച് കഴുകി വെച്ചതാണ്. ഓടാന്നോണം പറയണ്ടടാ. നിങ്ങൾ അവിടെ കളിക്കാൻ പോകുമ്പോ കണ്ടിട്ടില്ല? അവിടെ ഉണ്ടല്ലോ. സ്കൂളിലല്ല, നിങ്ങൾ ഇവിടെ പുറത്ത് കളിക്കുന്ന അവിടെ തന്നെയല്ലേ ലളിതമ്മ നട്ടേക്കുന്നത്? അറിയില്ല. മുളയോ? മുളന്ന് പറഞ്ഞ ഇല്ലിയാ? ഇല്ലിയാ ആണോ? വേഗത്തിൽ വളരുന്ന സസ്യം ഏതാ? ആണല്ലേ? ഓക്കെ. എങ്ങോട്ട് നോക്കിട്ട് പറ. നല്ല പായല. അതേ അങ്ങോട്ട് പോവരുത്. സത്യം മഴ പെയ്തിട്ട് ഫുള്ള് പായല. മണിക്കുട്ടൻ അന്ന് കാല് തെന്നി വീണല്ലേ മണിക്കുട്ട? മണിക്കുട്ടൻ്റെ മേത്ത് മുഴുവൻ ചളിയായി. നല്ല മഴയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും പിള്ളേരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മഴയത്തൊക്കെ ഇറങ്ങരുത് അല്ലേ? വീഴരുത്, പനി പിടിപ്പിക്കല് എല്ലാം പറഞ്ഞു കൊടുക്ക് മണിക്കുട്ടൻ. എല്ലാം അറിയാവുന്നോ? ആർക്ക്? എല്ലാവർക്കോ? എല്ലാവർക്കും എല്ലാം അറിയാവും. പറയണ്ടെന്നാണ് അവൻ പറയുന്നത്. പൊടിയൊക്കെ നല്ല മൂത്തു കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അമ്മ ഇതിലേക്ക് മസാല ഇടുകയാണ്, അരച്ച് വെച്ച മസാല. ഇത് ഈ ഒരിച്ചിരി ബ്ലാക്ക് കളർ കാണുന്നത് എന്താ വെച്ചാൽ കുരുമുളകും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ്. കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, വേറെ എന്തായിരുന്നു? പെരിഞ്ജീരകം, പിന്നെ ജാതിപത്രി. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇടത്തുള്ളേ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴേ. അതുകൊണ്ട് വേറെ സ്പെഷ്യൽ മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫ് കഴുകി വെച്ചത് നമ്മൾ മസാലയിലേക്ക് ഇട്ടു. അമ്മ ഇടുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല മഴ പെയ്തു. ആ വെയിലൊന്ന് തെളിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മൂടി നല്ല മഴയായി. ഇതുണ്ട്, നല്ല മഴയാണ്. ചോറല്ല, നമ്മുടെ ബീഫ് കറി. ഇനി കാണിച്ചു കൊടുക്ക. ടേസ്റ്റ് ചെയ്യ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചൂടാ? പിന്നെ നമുക്ക് വേറെ എന്താ കറി? സാമ്പാറുണ്ട്, പിന്നെ വഴുതനങ്ങ ഉപ്പേരി, ബീഫ് ഫ്രൈ ആണ്, നല്ല വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പം മാമനും
മണിക്കുട്ടനും കൂടെ ഭക്ഷണം കഴിക്കാൻ എരിവുണ്ടോ? എരിവില്ലല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. ടേസ്റ്റും കൊണ്ടാ. ഇനി എന്താ പറയണ്ടേ? അതെ, ഇനി എന്നാ പറയാ? വ്യൂസ് വളരെ കുറവാണ്, എല്ലാരും കാണണേന്ന് പറയാം. പിന്നെ ലൈക്ക് ഒക്കെ അടിച്ച് പൊട്ടിച്ചു. ഓക്കെ ബൈ.